പരിശുദ്ധ അമ്മയ്ക്കും കൃപാസന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് സിന്ധു ഫ്രാൻസിസ്. ഞാൻ എടപ്പള്ളി തിരുഹൃദയ ദേവാലയംഗമാണ്. ഞാനിവിടെ 2023 മെയ്യിലാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തിട്ട് എനിക്ക് ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ മാതാവ് വഴി എനിക്ക് ലഭിച്ചു. മാതാവിൻ്റെ കാശുരൂപം, അതുപോലെ തേന്, ഉപ്പ്, ഇതെല്ലാം ഞാൻ ഉടമ്പടി നിയോഗത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ആളാണ്. പുള്ളിയുടെ മരുന്ന് ഭയങ്കര വിലയുള്ള മരുന്നാണ്. അവർക്ക് 7 വർഷം വരെ ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിയ മരുന്ന് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് എല്ലാ മാസവും ഈ മാസം വരെയുള്ള മെഡിസിൻ എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്, അതിന് പൈസയൊന്നും ഞാൻ കൊടുക്കുന്നില്ല. അത് ഉടമ്പടി നിയോഗത്തിൽ ഞാനത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു മെഡിസിൻ്റെ കാര്യം. മാതാവിൻ്റെ അനുഗ്രഹം മൂലം അതെനിക്ക് ഇന്ന് വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് എൻ്റെ വീടാണ്. വീടിൻ്റെ 2020 ഞാൻ തറക്കല്ലിട്ടതാണ്. വീടിൻ്റെ പണി തീരാതെ കിടക്കുകയായിരുന്നു. ആ വീടിൻ്റെ നിയോഗം എഴുതി വെച്ചതിന് ശേഷം എനിക്ക് ഒരു ലോൺ പാസ്സാവുകയും ആ ലോൺ എടുക്കാനായിട്ട് വേറെ ബാങ്കിലാണ് എൻ്റെ ആധാരം ഇരുന്നേച്ചത്. അത് എനിക്ക് തിരിച്ചെടുത്ത് കേന്ദ്ര ഗവൺമെൻറ് ബാങ്കിൽ വെക്കാനായിട്ട് ഒരു പരിചയം, വെറുതെ പറഞ്ഞ് പരിചയമുള്ള ഒരു വ്യക്തി 20 ലക്ഷം രൂപ തന്നു എടുത്തു. ബാങ്കിൽ ആധാരം വെച്ചു. ഇപ്പോൾ വീടിൻ്റെ പണി കംപ്ലീറ്റ് തീർന്നിരിക്കുന്നു. ഞാനിപ്പോൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ, അതിനിടയ്ക്ക് അച്ഛനെ വന്ന് 2 പ്രാവശ്യം ഞാൻ കണ്ടു. അച്ഛൻ കാശുരൂപം അതുപോലെ ഉപ്പും ഇതെല്ലാം കുഴിച്ചിടാൻ പറഞ്ഞു. പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി വീടിന് ചുറ്റും നടന്ന് ഉപ്പിട്ടായിരുന്നു ഞാൻ. അതിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് കിട്ടില്ല ലോണ്. പക്ഷേ ഒത്തിരി പോരായ്മകളൊക്കെ ഉണ്ട്. 2.4 സെൻറ്റ് സ്ഥലത്തിനാണ് കേന്ദ്ര ഗവൺമെൻറ് എനിക്ക് 30 ലക്ഷം രൂപ ലോൺ പാസ്സാക്കി തന്നത്. ഒത്തിരി അനുഗ്രഹം മാതാവ് വഴി എനിക്കത് കിട്ടിയത്. എൻ്റെ ബാധ്യതകളൊക്കെ ഒത്തിരി ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. അതുപോലെ വീടിൻ്റെ വെഞ്ചിരിപ്പ് ഈ വരുന്ന 2-ാം തീയതിയാണ് എൻ്റെ വീടിൻ്റെ വെഞ്ചിരിപ്പ്. ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞതിന് ശേഷം മാത്രമേ വെഞ്ചിരിപ്പ് നടത്തുള്ളൂ എന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. മെയ് മാസം തന്നെ ഉടമ്പടി എന്നെടുത്തോ ആ മാസം എൻ്റെ ഭവനത്തിൻ്റെ പണി തീരുകയും വെഞ്ചിരിപ്പ് നടത്താനുള്ള അനുഗ്രഹം എൻ്റെ അമ്മ മാതാവ് ഒരുക്കി. 3 വർഷം വൈകിയപ്പോഴേക്കും എല്ലാവരും പറഞ്ഞു, നിനക്ക് മാത്രം എന്താടി ഒന്നും കിട്ടാത്തത്, ഒരു വിഷമമായിരുന്നു. എവിടെ പോയാലും അത് പറയും. പക്ഷെ എൻ്റെ സമയം എനിക്ക് അമ്മ ഇപ്പോൾ ഒരുക്കി തന്ന മാസമാണ്. മെയ് മാസം വണക്കത്തിൽ തന്നെ എനിക്ക് ഭവനത്തിൽ കയറാനുള്ള അനുഗ്രഹം ഒത്തിരി എനിക്ക് തന്നിട്ടുണ്ട്. 1000 നന്ദി. അതുപോലെ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഫുഡ് കൊടുക്കും. എല്ലാ മാസവും പള്ളിയിൽ നിന്ന് ഫുഡ് കൊടുക്കും. അല്ലാതെയും ഞങ്ങൾ അവിടെ കൊടുക്കാൻ പറ്റാത്ത സമയത്ത് ഞങ്ങൾ 2 പേരും ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയി കൊടുക്കും. അതുപോലെ അടുത്തുനിന്നൊക്കെ ഡ്രസ്സ് കളക്ട് ചെയ്ത് ഞങ്ങൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ കൃപാസനം പത്രം, ആ പത്രം പെട്രോൾ പമ്പിൽ ഇറക്കി ഞാൻ എല്ലാ കടകളിലൊക്കെ കൊണ്ടുപോയി കൊടുക്കും. ചില സമയത്ത് പത്രം കൊടുക്കുമ്പോൾ ഓരോരുത്തരും മുഖം കാണിക്കുമ്പോൾ നമുക്ക് ഒത്തിരി വിഷമമാകും. പക്ഷേ അവരെ ഞാൻ പ്രാർത്ഥിക്കും, മാതാവേ ഒത്തിരി അനുഗ്രഹം അവർക്ക് കൊടുക്കണേ. അടുത്ത മാസം ആ പത്രം എന്നോട് ചോദിച്ച് വാങ്ങിക്കാറുണ്ട്. പിന്നെ എല്ലാ മാസവും ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന, അതൊരു വലിയ നിയോഗമാണ്. അത് ഇതുവരെ മുടങ്ങാതെ കുടുംബ പ്രാർത്ഥന മുടങ്ങാറില്ല. എങ്കിലും ഒന്നുകൂടി ശക്തമായിട്ട് പള്ളിയിൽ പോകാനാണെങ്കിലും കുടുംബ പ്രാർത്ഥനയൊക്കെ നന്നായിട്ട് ദൈവാനുഗ്രഹം കൊണ്ട് സാധിച്ചു തന്നിട്ടുണ്ട്. അതിന് മാതാവിന് നന്ദി പറയുന്നു. ഇനിയും ഒത്തിരി എൻ്റെ സാക്ഷ്യങ്ങൾ തീരുന്നില്ല. ഇനിയും ഈ ആൾത്താരെ കയറി സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം എനിക്കും എൻ്റെ കുടുംബത്തിന് മാതാവ് ഒരുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനങ്ങൾ 86, 9, 10 തിരുവചനങ്ങൾ. കർത്താവെ, അങ്ങ് സൃഷ്ടിച്ച ജനതകൾ വന്ന് അങ്ങയെ കുമ്പിട്ട് ആരാധിക്കും. അവർ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തും. എന്തെന്നാൽ അവിടുന്ന് വലിയവനാണ്. വിസ്മയകരമായ കാര്യങ്ങൾ അവിടുന്ന് നിർവഹിക്കുന്നു. അങ്ങ് മാത്രമാണ് ദൈവം. സിന്ധു ഫ്രാൻസിസ് എന്ന ഈ സഹോദരി ജീവിത പങ്കാളിയോടൊപ്പം ഉടമ്പടി എടുത്ത ഈ 3 വർഷ കാലയളവിൽ പരിശുദ്ധ അമ്മ വഴി ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ സന്തോഷത്തോടും നന്ദിയോടും സാക്ഷ്യപ്പെടുത്തുന്നു. ആദ്യത്തേത് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത സഹോദരന് എല്ലാ മാസവും തുടർച്ചയായി കഴിക്കേണ്ടിയിരുന്ന മരുന്ന് അതൊരു വലിയ സാമ്പത്തിക ഭാരവുമായിരുന്നു കുടുംബത്തിന്. അത് അമ്മ മാതാവിൻ്റെ അരികിൽ ഉടമ്പടി എടുത്തപ്പോൾ വെച്ചൊരു നിയോഗമാണ്. ആ മരുന്ന് മുടക്കം കൂടാതെ ലഭിക്കുവാനും അത് ഏതെങ്കിലും പദ്ധതിയിലൂടെ ലഭിക്കുവാനും അമ്മ വഴിയൊരുക്കി തരണമെന്ന് സഹോദരി സൂചിപ്പിച്ചത്. ആ മാസം മുതൽ ഇന്ന് വരെയും ഫ്രീ ആയിട്ട് ആ മരുന്ന് ലഭിക്കുന്നതിനുള്ള പദ്ധതി ഒരുങ്ങിക്കിട്ടി. അങ്ങനെ അമ്മ മാതാവ് വലിയൊരു സാമ്പത്തിക ഭാരം കുടുംബത്തിന് മാറ്റിക്കൊടുക്കുകയും ആരോഗ്യം കൂടുതൽ നന്നായി സംരക്ഷിക്കുവാൻ സഹായിക്കുകയും ചെയ്തു. പിന്നെ ഒരു വീടിൻ്റെ ഒത്തിരി നാളായുള്ള ഒരു പരിശ്രമം അത്
പൂർത്തീകരിച്ചെടുക്കുവാനാവാത്ത സങ്കടം, അതിനൊരു വഴി തുറക്കാത്ത അവസ്ഥകൾ, അതൊക്കെയാണ് സഹോദരി സൂചിപ്പിച്ചത്. ലോൺ എടുക്കുവാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ക്ലേശിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു വ്യക്തി കുടുംബത്തെ സഹായിക്കാൻ മുന്നോട്ട് വന്ന് ആധാരം തിരികെ എടുക്കുവാനും ലോൺ എടുക്കുവാനും ഒക്കെയുള്ള രീതിയിൽ ഒരു ഗവൺമെൻറ് പദ്ധതിയിൽ ഉൾപ്പെടുവാനും എല്ലാം പറ്റുന്ന രീതിയിൽ ആ വീടിൻ്റെ കാര്യങ്ങൾ വളരെ സമയ ചുരുക്കത്തിൽ ക്രമീകരിക്കുകയും അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് ഈ ഉടമ്പടിയെടുത്തതിൻ്റെ ഈ 3-ാം വർഷം ആ പുതിയ ഭവനത്തിൽ ഈ മെയ് മാസം തന്നെ പ്രവേശനത്തിന് വെഞ്ചരിച്ചുകൊണ്ട് ജീവിതം തുടങ്ങുവാൻ അമ്മ സഹായിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. അമ്മയുടെ അരികിൽ നമ്മൾ വരുമ്പോൾ നമുക്ക് ആകുലതകളും പ്രശ്നങ്ങളും കണ്ണീരുമായിരിക്കും. ഒരു പുതിയ വഴികളില്ലാതെ ഒത്തിരി ഭാരപ്പെട്ട മനസ്സോടെ എന്തെങ്ങനെയായി തീരുമെന്നറിയാതെ വരുന്നവരായിരിക്കും. പക്ഷേ അമ്മയുടെ കരങ്ങളിലേക്ക് നിയോഗം സമർപ്പിക്കുകയും ഉടമ്പടി അല്പാൽപ്പം നമ്മൾ അറിഞ്ഞ് സ്നേഹത്തോടു കൂടി ജീവിച്ചു തുടങ്ങുമ്പോൾ മാതാവ് തന്നെ ഓരോ വഴികൾ തുറക്കും, ഓരോ പ്രതിബന്ധങ്ങൾ മാറ്റും, ജീവിതത്തിൻ്റെ ഭാരങ്ങൾ ലഘൂകരിച്ച് നമുക്ക് കുറേ കൂടി ശാന്തമായി സന്തോഷമായി പ്രത്യാശയോടുകൂടി ഓരോന്ന് ചെയ്യുവാനുള്ള അവസരങ്ങൾ നൽകുന്നത് കാണാനാവും. അതിൻ്റെ സാക്ഷ്യങ്ങളാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. മരുന്നുമായി ബന്ധപ്പെട്ട വിഷയം അതൊരു കുടുംബത്തിന് ഇപ്പോൾ ഒരു ഭാരമല്ല. വീടിനെക്കുറിച്ചുള്ള ആകുലത പൂർണ്ണമായി അമ്മ മാതാവ് എടുത്തു നീക്കി അതിന് എല്ലാ സാഹചര്യങ്ങളും ക്രമീകരിച്ചു കൊടുത്ത് പൂർത്തീകരിക്കുവാൻ അമ്മ അനുഗ്രഹിക്കുകയും ചെയ്തു. ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.